കല്യാണം ആരെ എൻ്റെ അതിങ്ങി അറിഞ്ഞോ ചേട്ടാ രാജ ഹോസ്റ്റൽ പോവോ? രാജ ഹോസ്റ്റൽ വീട് പേടിണ്ടോ? കുറച്ച്. എത്രയാ? നീ ഇവിടെ പഠിക്കുന്നേ? ആ, എനിക്കൊന്ന് കാണിച്ചു തരുമോ അത് മൊത്തത്തില്? പിന്നെന്താ, പിന്നെ ഞാൻ കണ്ടേക്കാം. ഗേൾസ് ഹോസ്റ്റലാണ്, അങ്ങനെ കയറാനൊന്നും പറ്റൂല. പിന്നെ ഇപ്പൊ വെക്കേറ്റ് ആയല്ലോ, അതുകൊണ്ട് പെങ്ങളും ഇവിടെ പഠിക്കണ്ടേ, അപ്പോൾ ഭയങ്കര വൈബാന്ന് അറിയണ്ടേ, അപ്പൊ എങ്ങനെ കാണുമെന്ന് വിചാരിക്കാൻ. എടാ ഞങ്ങൾ ഇൻട്രോ ഒന്ന് വെറുതെ ഫണ്ണാക്കിയാട്ടോ, അല്ലാണ്ട് ഞാൻ ഓട്ടോ ഡ്രൈവർ ഒന്നും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എജുപോർട്ടിന്റെ ഫറൂഖിലുള്ള റിപ്പീറ്റർ ക്യാമ്പസിലാണ്. ഇത് അവരുടെ ഹോസ്റ്റലാണ്, പേര് വരെ ഉണ്ട് ഇതിന്, രാജ ഹോസ്റ്റൽ. ദ രാജ ഹോസ്റ്റൽ, ഇന്ത്യയിലെ ഏക രാജ ഹോസ്റ്റലാണ്. എന്താ ഇവിടുത്തെ വിശേഷങ്ങൾ? പെട്ടെന്ന് പറ. വിശേഷം എന്താ, അടിപൊളി ആംബിയൻസ് ആണ്, സമാധാനം. ഇതെന്താ ഈ മറ്റേ ഇവൻ പറയുന്നേര് അലൻ ജോസ് പെരേരല്ല, വേറൊരാളല്ലേ ആറാട്ടെണ്ണം പറയുന്നേര് കോമഡി ഉണ്ട്, അതുപോലെ ആംബിയൻസ് ആണ്. ഒന്ന് ശരിക്ക് പറ. അല്ല, വന്ന് നിന്ന് നോക്കണം, അപ്പൊ മനസ്സിലാവും. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെ ഇവിടുത്തെ. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ, ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറുമ്പം തന്നെ നല്ലൊരു വൈബ്. റിപ്പീറ്റ് ചെയ്യുമ്പോ എന്തായാലും സ്ട്രെസ് ഉണ്ടാവുമല്ലോ, അപ്പം ഇങ്ങനത്തെ ഒരു ആംബിയൻസ് കിട്ടിയ നല്ലതാണ്. ശരിയാണ് കേട്ടോ, സ്ട്രെസ് ഒക്കെ കുറയും. ഇത് ശരിക്കും വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു ആംബിയൻസ് തന്നെ ഇവിടെ കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഊഞ്ഞാലാടലുണ്ടോ? ആടി പഠിക്കാറുണ്ടോ? പറ. ആടി പഠിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. സോറി, ഇങ്ങോട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടു. ഇത് ആരാന്ന് പറയാൻ. ഇത് എന്റെ പേരെന്തായാലും നാജിയാണ്. എജുപോർട്ടിന്റെ ഫറൂഖ് ക്യാമ്പസിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാജിയാണിത്. അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സാം ചെയ്ത് കഴിഞ്ഞു. എക്സാം കഴിഞ്ഞു. അപ്പൊ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ ടഫായിരുന്നു. സമയം കിട്ടിയിട്ടില്ല. നല്ല ടഫായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ടഫായിരുന്നു. പക്ഷെ അല്ല, നോക്കി കഴിഞ്ഞപ്പോ കുഴപ്പമില്ല. എങ്ങനെ നമുക്ക് ഏതൊരു സ്കോർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും വെറുതെ പറയാണെങ്കിൽ? ഒരു 580 ±10. ഈ ഊഞ്ഞാലാടുമ്പം ഓർമ്മ വരുന്ന ഒരുപാട് സിനിമകൾ. കട്ടപ്പനയില് ധർമ്മജൻ ആടുന്ന ഒരു സീന്, പിന്നെ എനിക്ക് തോന്നുന്നു കല്യാണരാമനിൽ ഇന്നസെന്റ് ഒന്ന് ആടുന്നുണ്ട്. പിന്നെ ഒരു ഭയങ്കര ഒരു അടിപൊളി ആട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നുള്ളത് ഇതാണ്. അതെ. ഇനിയിപ്പോ എങ്ങോട്ടാ പോണ്ടേ? വിശക്കുന്നുണ്ടോ? ഉണ്ടിട്ടില്ല. ഇനിയുണ്ടോ? ഞാനും ഉണ്ടിട്ടില്ല. ചായ കുടിച്ചാലോ? ആണെങ്കിൽ രണ്ടാളും ഉണ്ണാത്ത സ്ഥിതിക്ക് നമുക്ക് എങ്ങോട്ട് പോവാം? മെസ്സിലോട്ട് പോവാം. മെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ലോകത്ത് ഒരു റിപ്പീറ്റർക്കും കിട്ടാത്ത ഭാഗ്യമാണ് നജിയക്ക് കിട്ടിയത്. നാജി ആണെങ്കിൽ നെജി ആണെങ്കിൽ കാര്യമില്ല, ഭാഗ്യം കിട്ടിയല്ലോ. കിട്ടി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആ ഭാഗ്യം? എന്താ? അടിപൊളി ഫുഡ് കിട്ടും. അടിപൊളി ഫുഡ് ഒരുപാട് എജുപോർട്ടിലുള്ള എല്ലാ റിപ്പീറ്റേഴ്സിനും അടിപൊളി ഫുഡ് കിട്ടുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ? ഫുഡ് ഉണ്ടാക്കണത്. അതായത് ലോകത്തുള്ള ഒരു റിപ്പീറ്റർക്കും കിട്ടിയിട്ടില്ല ഈ ഒരു ഭാഗ്യം. റിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ടും സ്വന്തം ഉപ്പയും ഉമ്മയും ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഭാഗ്യം ചെയ്ത ഇവളാണത്. കാരണം നെജിയന്റെ ഉപ്പയും ഉമ്മയും തന്നെയാണ് ഇവിടെയും ഫുഡ് വെക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. ഇത് ടീ ടൈം ആണ്. എന്താ വിശേഷം? നല്ല കിടു പഴംപൊരി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മുസാക, എന്തെല്ലാം വിശേഷങ്ങള്? നല്ല വിശേഷം. എന്താ ഇപ്പഴും കണ്ടിട്ട് പഴംപൊരിയില് താല്പര്യമില്ല. താല്പര്യമില്ല. ഉപ്പയും ഉമ്മയും ഇവിടെ ഉണ്ടായിട്ട് നോക്കുന്നില്ല, ഈ പഴംപൊരി നോക്കുന്നേ ഇഷ്ടല്ല. എനിക്ക് എന്താ ഇഷ്ടം? കട്ട്ലേറ്റ്. എന്നിട്ട് ഉപ്പ ഉണ്ടാക്കുന്ന എന്താ ഏറ്റവും ഇഷ്ടം? ഉപ്പന്റെ ഒരു അടിപൊളി ഐറ്റം എന്താ ഉപ്പ ഉണ്ടാക്കുന്നത്? ചിക്കൻ ചില്ലി. ഉമ്മയോ? ഉമ്മാന്റെ ബിരിയാണി. ഓക്കെ. ഇത് കാണുമ്പോഴേ എല്ലാം ട്രഡീഷണൽ ആണ് അല്ലേ? ഈറ്റ ടേബിൾ ഒന്നും ഞാൻ വേറെ കണ്ടില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 100 വർഷമൊക്കെ പഴക്കമുള്ള ഒരു സാധനമായിരിക്കും. ആ പഴകിയ സാധനത്തിനെ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക്, എങ്ങനെയുണ്ട് കുക്ക്? എങ്ങനെയുണ്ട് നമ്മളെ? അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നല്ലോണം ഫുഡൊക്കെ
രസമാണ് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് കോംപ്ലിമെന്റ് കേൾക്കുമ്പോ. എന്റെ അടുത്ത് പറയാം എനിക്ക് എന്ത് സുഖാണ്, എനിക്ക് വീട്ടിൽ നിന്ന് എപ്പോഴും കിട്ടുമല്ലോ, ഉപ്പ അടിപൊളിയാണ്, ഉപ്പ സംസാരിക്കും, കുട്ടികളുടെ അടുത്ത് നന്നായിട്ട് മിങ്കിൾ ചെയ്യും, അപ്പൊ കുട്ടിക്ക് ഇഷ്ടമാണ്. ആദ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, എൻ്റെ ഉപ്പയമ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഫ്രൈഡേയും ബിരിയാണിയാ. അപ്പൊ ഫസ്റ്റ് ഫ്രൈഡേ ബിരിയാണി കിട്ടിയപ്പോ തന്നെ കുട്ടികൾ അടിപൊളിയായിട്ട് എടി ഇവർ കൊള്ളാലോ, അങ്ങനെ നല്ല ടീമാണല്ലോ. പിന്നെ മിങ്കിൾ ചെയ്യുന്നുണ്ട്, സംസാരിച്ചോണ്ട് വിളമ്പൊക്കെ നന്നായിട്ട് സംസാരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ നൈസിൽ പിന്നെ ഇവിടെ ടോക്ക് വന്നു, രാജിന്റെ ഉപ്പയമ്മയാണല്ലോ. അപ്പൊ അങ്ങനെ അതെ കാര്യസ്ഥൻ. അപ്പൊ ഇനി നമ്മൾ ഇതാ മെസ്സിലേക്ക് പോകുന്ന ഇടവയിലാണുള്ളത്. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോ അന്നത്തെ ഒരു വരാന്ത, ആ ഒരു ഭയങ്കര എനിക്കൊരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇങ്ങനെ എന്റെ മൈൻഡിലേക്ക് വരുന്നത്. അത്ര ഒരു രസം, ഭയങ്കര ഒരു രസം. സ്റ്റഡിയോൾ ഏസിയ ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇത് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡിയോളിലേക്ക് കയറുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ഓൾസോ ആ ട്രഡീഷണൽ വൈബ് കീപ്പ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു സ്റ്റഡി ഹാൾ ആണിത്. ഇനി എന്തെങ്കിലും കോട്ട്സ് ഒക്കെ എഴുതി വെക്കലുണ്ടായിരുന്നോ? കുറച്ച് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു കോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയാ? അങ്ങനെയല്ല, ചില ആൾക്കാരുടെ പേര് എഴുതും, ഫാക്കൽറ്റീസിന്റെ പേരോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ റിസൾട്ട് മേടിച്ച് കൊടുക്കണം. ഫാക്കൽറ്റീസിന്റെ പേര് ഇങ്ങോട്ട് എഴുതിയേക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, എന്നാ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറ കേക്കട്ടെ. ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിസിക്സിന്റെ ഷബീർ സാർ ഉണ്ട്, സനാഫ് സാർ ഉണ്ട്. ഇവരാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. ദീപു സാറൊക്കെ ഡൗട്ട് ക്ലിയറൻസിന് വരും. പക്ഷേ ഇവർ പഠിപ്പിക്കുന്നതിനേക്കാട്ടിലും നമ്മളടുത്ത് പേഴ്സണലി ഇൻട്രാക്ട് ചെയ്യും. ഇപ്പം എനിക്ക് കുറച്ച് ടെൻസ്ഡായി, അവസാനമായപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിക്ക് ടെൻഷൻ വന്നു. അപ്പൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. കൂളായിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി, എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, ഉറക്ക് വരുന്നു, അങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഷബീർ സാറിനെ വിളിച്ചു. ഷബീർ സാറിനെ വിളിച്ചു. സാർ എപ്പോഴും എൻ്റെ കാര്യം അന്വേഷിക്കും, മെൻറ്ററിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ കാരണം അത്യാവശ്യം നല്ല രീതിക്ക് കമ്പനിയാണ്, എന്തും പറയാം. ഇപ്പം നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉമ്മാക്ക് ടെൻസ്ഡ് ആകുന്ന ഉമ്മാൻ്റെ അടുത്ത് ഒരു ലിമിറ്റ് ഉണ്ട്. ഉമ്മേനേക്കാട്ടിലും ടെൻസ്ഡ് ആകും. പിന്നെ ഉമ്മാനെ ഞാൻ സമാധാനിപ്പിക്കണം. മാ കുഴപ്പമില്ല സാരല്ല കിട്ടും, അങ്ങനെ പിന്നെ ഞാൻ സമാധാനിപ്പിക്കണം. പിന്നെ ഉമ്മയായിരിക്കും കുട്ടി, ഞാൻ എഴുതണമെന്നേ ഉള്ളൂ, ഉമ്മാക്കാണ് ടെൻഷൻ. അപ്പം ഉമ്മാനോട് പറയണതിന് ലിമിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഫാക്കൽറ്റീസിനോട് പറയാം, അവർക്ക് മനസ്സിലാകും. അപ്പം ഞാൻ ഷബീർ സാറിനെ വിളിച്ചു. ഒരു ദിവസം എക്സാം എഴുതി, ഈ നീറ്റ് മോഡല് ലാസ്റ്റ് ആയപ്പോൾ തന്നെ കേട്ടോ, 3 മണിക്കൂറിൻ്റെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, 2 മണിക്കൂറായിട്ടും ബയോളജി കഴിഞ്ഞില്ല. അപ്പോൾ ഇറങ്ങി സാറിനെ വിളിച്ചു. അപ്പോൾ സാർ എടി ഇതൊന്ന് ആലോചിക്കുക, ഇപ്പം എക്സ്ട്രീം എന്താ സംഭവിക്കുക, എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ കരുത്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യം നമ്മൾ നോക്കും, അത്രേ ഉള്ളൂ. ഇതെന്തിനാ പേടിക്കണം, ഇതിപ്പോൾ എൻ്റെ ആണോ? അല്ലല്ലോ, കുഴപ്പമില്ല, എന്താ ഇപ്പോൾ കിട്ടാത്തതാണോ, നീറ്റാണോ, ഇപ്പോൾ എൻ്റെ തീരുമാനിക്കുന്നതാണോ? അങ്ങനെ പറയേണ്ട സമയത്ത് അങ്ങനെ കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേങ്കിൽ ഇപ്പം ഉഴപ്പാണെന്ന് കണ്ടാൽ അതിനനുസരിച്ച് ചീത്ത പറയുകയും ചെയ്യും. അതിനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഒരു വരുന്നു, പഠിപ്പിക്കുന്നു, പോണു, അങ്ങനെ മാത്രമല്ല നമ്മളെ കാര്യത്തിൽ ഇടപെടും. ഓരോരുത്തരുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണം അതേപോലെ ഡീൽ ചെയ്യും. ഉഴപ്പാണെങ്കിൽ ചീത്ത പറയും, ഡൗൺ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രീൻ്റെ റിഷാദ് സാർ ആയിക്കോട്ടെ, ഷെഫിൻ സാർ ആയിക്കോട്ടെ. ഷെഫിൻ സാറൊക്കെ ഓർഗാനിക്കിൻ്റെ പുലി. മുഹമ്മദ് സാർ ഉണ്ട് കേട്ടോ, മുഹമ്മദ് സാർ. പക്ഷേ ഞങ്ങൾക്ക് കൂടുതലും എടുത്തത് ഷെഫിൻ സാറാണ്. പിന്നെന്താ, ഇവരൊക്കെ അടിപൊളിയാണ്, ഇവരൊക്കെ നല്ല രീതിക്ക് ഇൻട്രാക്ട് ചെയ്യും. എന്താ വെച്ചാൽ ഒരു ഫാമിലി പോലെ ആയി. നമുക്കിപ്പം എന്തുണ്ടെങ്കിലും കമ്പനിയായിട്ട് സംസാരിക്കാം, അടിപൊളിയാ. പിന്നെന്താ, ബയോളജി ബിലാൽ സാറ്, ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്, ബോട്ടണീൻ്റെ സുധീഷ് സാറ്. നമുക്ക് കരിയർ റിലേറ്റഡ് എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാം. അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ എങ്ങനെ കിട്ടിയതാണ്? എല്ലാം കിട്ടി. ഫാക്കൽറ്റീസിന്റെ സൈഡ് നോക്കും, വെജുപ്പൊട്ട് അടിപൊളി, അടിപൊളി, ഒന്നും പറയല്ല. ഞാൻ തള്ളല്ല കേട്ടോ, ഇതെൻ്റെ അടുത്താണ് പറഞ്ഞിട്ട് പറയല്ല. സീരിയസ്ലി എജുപോർട്ടില് ഫാക്കൽറ്റീസ് ആണ് ഏറ്റവും അടിപൊളി. ഫാക്കൽറ്റീസിന്റെ കാര്യത്തിൽ നമുക്ക് റിഗ്രറ്റ് ഒരിക്കലും തോന്നൂല. അടിപൊളി ക്ലാസ് ആണ്, നോട്ട്സ് അടിപൊളിയാണ്. ഇപ്പം ഷെഫിൻ സാറിൻ്റെ ഒക്കെ നോട്ട് ഉണ്ടെങ്കിൽ ഓർഗാനിക് ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വായിച്ചിട്ടില്ല. പിന്നെ എന്താണ്, അല്ല ഈ ഫാക്കൽറ്റീസിന്റെ ടോക്ക് വന്നാൽ പിന്നെ എനിക്കിങ്ങനെ വരും. കാരണം ഉമ്മയൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുക ഇപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ
പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യും. പിന്നെ ഞാൻ പഠിക്കും. സുവോളജിക്ക് മെയിനായിട്ട് ആസാദ് സാറും ബിലാൽ സാറും ഷഹീർ സാറും. ഓക്കെ, അതിൽ എന്താ 3 പേരുമായിട്ടും കമ്പനിയാണ് കേട്ടോ. പക്ഷേ ആസാദ് സാറൊക്കെ എന്താ ഒരു ഇക്കാക്ക് എങ്ങനെയാണോ നിൽക്കുന്നത് അതുമാതിരി നിൽക്കും. നല്ല ക്ലോസ് ആയിട്ട് നമുക്ക് ലൈക്ക് അപ്രോച്ച് ചെയ്യാനൊരു സുഖ. മനസ്സിലായോ? മനസ്സിലായി. ക്യാമറമാനെ ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണുന്നത്. തമിഴ്നാട്ടിൽ പോയ ഒരു വൈബായി കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വൈബിനെ ഇറങ്ങിയിട്ട് അങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് പോകും. അപ്പോൾ ഒരു വൈകുന്നേരം എത്തുന്ന ഒരു എല്ലാവരും പറഞ്ഞു കേട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അങ്ങനെ പോയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ എത്തുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് എനിക്കിതിവിടെ ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് ഇതിലും അടിപൊളിയാണ് കേട്ടോ ചില രാത്രികള്. മഴയുള്ള രാത്രികളിലാണോ? മഴയുള്ള രാത്രി ഇല്ലെങ്കിൽ സ്റ്റാർസ് ഉണ്ടാകുമ്പോ ഇതിലും അടിപൊളിയാണ്. ഓക്കെ, വൈകുന്നേരത്തെ ഇവിടുത്തെ ഒരു എങ്ങനെ രസാണ്. ഈ അത്യാവശ്യം തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടാവും. ഓക്കെ, യെസ്, ഓടായോണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ? നല്ലൊരു മരത്തിന്റെ ഇവിടുത്തെ പ്ലാവ് പറഞ്ഞില്ലേ, അത്രയും വൈബാണ്. ഓക്കെ, സോ ബാക്ക് ടു ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിപ്രായമാണ് എനിക്ക്. പക്ഷെ ഇനി ഒരാളെ സെലക്ട് ചെയ്യണം, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അതാര്? ടാസ്ക് ഒരാളെ ചോദിച്ചാ എന്നാലും ഇനി ആലോചിച്ച് പറ. ഒരാളെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഷബീർ സാറിനെ ചൂസ് ചെയ്യും. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സനാഫ് സാറും റിഷാദ് സാറും ആസാദ് സാറും ഒക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റാ. ഇവര് പേഴ്സണലി ഇമ്പോർട്ടൻ്റാ. ക്ലാസ്സും അടിപൊളിയാ. ഷബീർ സാറിന് ഇപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് മാത്രമല്ല, എന്നെ ഇപ്പോൾ ഒരു 1ാം ക്ലാസ് മുതൽ ഈ റിപ്പീറ്റ് വരെ പഠിപ്പിച്ച ഒരു 100 ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഷബീർ സാറിനെ തന്നെ പറയും. ഫാൻ ഗേൾ അടിപൊളി. ഷബീർ സാറിന്റെ ഒരു 1.5 ഫാൻ ഗേളിനെയാണ് നമുക്ക് കിട്ടിയത്. എന്തെല്ലാം വിശേഷോ? മോനെ അടിപൊളി അടിപൊളി സെറ്റപ്പ്. എന്തൊരു എനിക്ക് വാക്കുകളില്ല എന്നെ കുറിച്ച് പറയാൻ. ശരിക്കും ഇതിലെങ്ങനെ നടന്ന് പഠിക്കാൻ നല്ല സുഖം ഉണ്ടാവും. സ്റ്റഡി ഹോളിൽ ഇരുന്ന് മടുക്കുമ്പോ അല്ലെങ്കിൽ ഉറക്കം വരുമ്പോ ഞങ്ങൾ നടന്നാ പഠിക്കും. അപ്പൊ അക്കാഡമിക്സിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? എന്താ ഇവരുടെ പ്ലാൻ പ്രോപ്പറാണ്. അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മിനിമം ടൈമിൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഫുൾ റിവിഷൻ ടൈമാണ്. റിവിഷൻ ടൈം എത്ര കിട്ടുന്നോ അത്രത്തോളം അടിപൊളിയായിരിക്കും നമ്മളെ റിസൾട്ട്. കാരണം അപ്പോഴാണ് നമ്മളെ മിസ്റ്റേക്സ് മനസ്സിലാക്കുക. കുറേ എക്സാംസ് എഴുതുമ്പോഴാണ് നമ്മൾ എവിടെയാ വീക്ക് എന്ന് മനസ്സിലാകും. പിന്നെ അവിടെ സ്ട്രെസ് ചെയ്യും. ഇപ്പം മെൻറ്റേഴ്സ് ആണെങ്കിലും ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലി അനലൈസ് ചെയ്യും. ഓരോ കുട്ടികളെ ഗ്രാഫൊക്കെ നോക്കും. ഇവരിങ്ങനെ ഷീറ്റ് എന്തോ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കുട്ടികളും ഇപ്പം കയറുകയാണോ, സ്കോർ ഇറങ്ങുകയാണോ, ഏത് സബ്ജക്റ്റിലാണ് ഇറങ്ങുന്നത്, അപ്പോൾ അവിടെ സ്ട്രെസ് ചെയ്യാൻ അവരുടെ അടുത്ത് പേഴ്സണലി സംസാരിക്കും. അങ്ങനെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി നോക്കും. അത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല, സ്കോർ കുറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാവും. പക്ഷെ എവിടെയാ പോകണത് നമ്മൾ നോക്കൂല. പക്ഷെ അത് ഇവര് തന്നെ നോക്കിയിട്ട് നമ്മളടുത്ത് പറയും, എന്താ ഫിസിക്സിന് സ്കോർ കുറവാണല്ലോ, എന്താ പറ്റിയേ. അപ്പം നമ്മൾ ഓക്കെ അപ്പോൾ ഫിസിക്സ് കുറച്ച് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-3 എക്സാംസ് കഴിയുമ്പോൾ ഫാക്കൽറ്റീസ് വരും. അപ്പം നമ്മൾ ആ 2-3 എക്സാംസിൻ്റെ ഡൗട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും. അങ്ങനെ ഡൗട്ട് ക്ലിയറൻസ് അവൈലബിൾ ആണ്. അതും നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഇവരെ റൂം. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡോർമ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഷാദിയ ഈ റൂമിന്റെ അക്ഷരം, നെസിലി റൂമിന്റെ മുതലാളിച്ചി, മാള് റൂമിലെ ആകെയുള്ള നല്ല കുട്ടി. ഇവിടെ എന്തോ പഠിക്കാനുള്ള എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇപ്പൊ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകളായിക്കോട്ടെ, ഫ്രജ് ചേച്ചി, മിൻ ചേച്ചി, എല്ലാരും ഒരു ഫാമിലി വൈബാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലൈക്ക് കമ്പനിയാണ് എല്ലാവരും. അപ്പം അതൊക്കെ എന്തായാലും മിസ് ചെയ്യും പോയാ. പിന്നെ എല്ലാം ഇവിടുത്തെ വൈബേ മിസ് ചെയ്യും. ഇനി ഒരു ഹോസ്റ്റലിൽ പോയി ഇനിയിപ്പോൾ ഏത് കോളേജ് കിട്ടിയാലും ഇങ്ങനൊരു ഹോസ്റ്റൽ എന്തായാലും ഇനി കിട്ടൂല. ഇങ്ങനൊരു ഹോസ്റ്റലും ഈ ഹോസ്റ്റൽ ഫുഡ്, ഇങ്ങനത്തെ ആൾക്കാർ, ഇതൊന്നും ഇനി കിട്ടാൻ പോണില്ല. അതറിയാം. അതെന്തായാലും മിസ് ചെയ്യും. എന്നാലും ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക എന്തായിരിക്കും? ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കോ, എന്തെങ്കിലും ഒരു സംഭവമായിരിക്കോ? ഈ ഒരു സമാധാനം
ആ ഓക്കെ. ഇത്ര ഒരു കൂളായിട്ട് നമുക്ക് ഇനി വേറൊരു ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നു ആ ഒരു ഫീലൊന്നും വരില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, ഇവിടുത്തെ വൈബ് ആയിക്കോട്ടെ, ആംബിയൻസ് ആയിക്കോട്ടെ, ഒക്കെ ഒരു ഹോംലി വൈബാണ്. സോ എന്താ ഇവിടെ മിസ് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും പറയും ഇവിടുത്തെ വൈബ്, ഈ ഒരു സമാധാനം. ഇവിടുന്ന് പോയ കുട്ടികളും അതൊക്കെ തന്നെയാ പറയണത്. എടാ രാജാ ഹോസ്റ്റലത്തെ ഫുഡ്, അവിടുത്തെ ആംബിയൻസ് അത് അവിടെ കിട്ടുള്ളൂ. അതിപ്പോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോയ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയണത്. ആരാ എന്നോട് ഇതൊക്കെ പറയുന്നേ? ഓലെ പേര് പറ. മീനാക്ഷി ആയിക്കോട്ടെ, അമിഷ, നദ. ഓക്കെ, മീനാക്ഷി എവിടെയാണുള്ളത്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അമിഷ ട്രിവാൻഡ്രം, നദ കർണാടക. ഇവരൊക്കെ ഇത്രയും മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും അത്ര ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിട്ട് പോലും ഈ രാജാ ഹോസ്റ്റലിന്റെ വൈബ് അവിടുത്തെ ഒന്നും ഹോസ്റ്റലിന് കിട്ടില്ല എന്നാണ് പറയുന്നത്. വെറുതെ പറയണല്ലേ, ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ വൈബും ഡിഫറെന്റ് ആണ്. ഓക്കെ, റെഡി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. റെഡി. വേറെ എന്തല്ലോ ഇനിയിപ്പോ എന്താ പരിപാടി? റിസൾട്ട് വരണം, എന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ തിരിച്ചറിഞ്ഞാണ്. നിങ്ങളെ ക്ലാസ് എടാ അത് മാത്രം നമ്മൾ പറഞ്ഞില്ല. ഇവിടെ തന്നെ ഒരു 30 സെക്കൻഡ്. അല്ല അവിടെ ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, അവിടെയാണ് അവരുടെ ക്ലാസ്. 30 സെക്കൻഡ്, ലാസ്റ്റ് ഒരു 29 സെക്കൻഡ് കൊണ്ട് എത്താൻ പറ്റും. ഓക്കെ, റെഡി. അപ്പൊ ആ ട്രാവലിംഗിലുള്ള ആ ഒരു അത്രയും ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും കുറച്ച് പേരോട് സംസാരിച്ച് ഇവിടെ ഉള്ള ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഒന്ന് ഇതാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതാ ഇപ്പൊ ഒരു കോള് വന്നിട്ടുണ്ട്. ഒരു ഓട്ടോ ചില്ലറ തടയുന്ന കേസാണ്. അതുകൊണ്ട് ഞാൻ പോവാണ്. അയ്യോ, എന്റെ ഓട്ടോ കാണുന്നില്ല. ഓട്ടോക്കാരൻ കൊണ്ടുപോയി. അപ്പൊ ഇനിയിപ്പോ ഞാൻ വേറെ ഓട്ടോ വിളിക്കണം. എന്നാ ഓക്കെ, ശരി, ബൈ. ഓട്ടോ